Hi friends, welcome to my YouTube channel H Media. Max Beginner to Advanced Tutorials in the 84th lesson. This lesson is Spline check and modifier introduced. Spline modeling is a very important plugin. Spline used to the model open vertex problems create. We have open vertex area extrude fill it. We have spline check and modifier used open vertex identify close fill നമുക്ക് എങ്ങനെ ഈ മോഡിഫയർ യൂസ് ചെയ്യാം, എങ്ങനെ ഈ മോഡിഫയറിനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊക്കെ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. നമ്മൾ ഈ മോഡിഫയർ ഈ ലോഗോ മോഡലിംഗിലാണ് ഈ മോഡിഫയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഓപ്പൺ വെർട്ടെക്സിനെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ലോഗോ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഒരു എക്സ്ട്രൂഡ് മോഡിഫയർ അപ്ലൈ ചെയ്യാം. ഞാൻ ഈ എക്സ്ട്രൂഡ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ എക്സ്ട്രൂഡ് മോഡിഫയർ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഈ ഏരിയയിൽ ഇത് ഫിൽ ആകാതെയാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഇതിന്റെ റീസൺ ഓപ്പൺ വെർട്ടെക്സുകളാണ്. നമ്മളിവിടെ ഈ വെർട്ടെക്സ് സെലക്ട് ചെയ്തുകൊണ്ട് ഇത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതാണ്. നമുക്ക് ഈ ഓപ്പൺ വെർട്ടെക്സുകളെ ഐഡന്റിഫൈ ചെയ്യുന്നതിനായി ഞാൻ ആദ്യം ഈ എക്സ്ട്രൂഡ് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഷേപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് മോഡിഫയർ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സ്പ്ലൈൻ ചെക്ക് എന്ന മോഡിഫയർ ഇതിലേക്ക് അസൈൻ ചെയ്യാം. നമ്മൾ ഈ മോഡിഫയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മോഡിഫയർ ലിസ്റ്റിൽ നിന്ന് സ്പ്ലൈൻ ചെക്ക് എന്ന ഈ മോഡിഫയർ ഇവിടെ കാണാവുന്നതാണ്. ഞാൻ ഈ മോഡിഫയർ സെലക്ട് ചെയ്തുകൊണ്ട് ഇതിലേക്ക് അസൈൻ ചെയ്യുകയാണ്. നമ്മൾ ഈ മോഡിഫയർ ഇതിൽ അസൈൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഈ ഓപ്പൺ വെർട്ടെക്സിൽ ഇവിടെ കാണാവുന്നതാണ്. എത്ര ഓപ്പൺ വെർട്ടെക്സിലാണ് ഇതിൽ നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഷേപ്പിലും ഇവിടെ മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഓപ്പൺ വെർട്ടെക്സുകൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്ത് തരികയാണ്. ഇനി നമുക്ക് വെർട്ടെക്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ ഓപ്പൺ ആയിട്ടുള്ള വെർട്ടെക്സുകളെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഓപ്പൺ ആയ വെർട്ടെക്സുകളെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്യൂസ് ചെയ്യാം. അതിനുശേഷം വെൽഡ് കൊടുക്കാം. ഞാൻ ആ ഓപ്പൺ വെർട്ടെക്സിനെ ഇതുപോലെ ഫ്യൂസ് ചെയ്ത് വെൽഡ് ചെയ്തിരിക്കുകയാണ്. ഇനിയും സ്പ്ലൈൻ ചെക്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് രണ്ട് ഓപ്പൺ വെർട്ടെക്സുകളാണ് ഉള്ളത്. ഈ രണ്ട് ഓപ്പൺ വെർട്ടെക്സുകളെയും നമുക്ക് ഇതേപോലെ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് ഫ്യൂസ് ചെയ്ത് വെൽഡ് ചെയ്യാം. ഞാനിവിടെ നിന്ന് വെർട്ടെക്സ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഈ വെർട്ടെക്സ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ജോമെട്രിയിൽ ഫ്യൂസിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഞാൻ ഈ വെൽഡിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മൾ ആ ഓപ്പൺ വെർട്ടെക്സിനെയും ഇതുപോലെ നമ്മൾ വെൽഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഓപ്പൺ സ്പ്ലൈൻസിൽ ഇവിടെ ഒരു വെർട്ടെക്സ് ആണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളതെന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ വെർട്ടെക്സിനെ ഇതുപോലെ സെലക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ നിന്ന് ഫ്യൂസ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വെൽഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഓപ്പൺ വെർട്ടെക്സിനെ നമുക്കിവിടെ നിന്ന് ക്ലോസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ലോഗോയിൽ ഓപ്പൺ ആയിട്ടുള്ള ഈ വെർട്ടെക്സിനെയും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ സ്പ്ലൈൻ ചെക്കിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ റിസൾട്ട്സിൽ ഓപ്പൺ സ്പ്ലൈൻസ് 0 ആയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഈ സ്പ്ലൈൻ ചെക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഇനി എക്സ്ട്രൂഡ് അപ്ലൈ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ എക്സ്ട്രൂഡ് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഫില്ലായി ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് വളരെ ഈസിയായി ഈ ഓപ്പൺ സ്പ്ലൈൻസിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ ക്ലോസ് ചെയ്ത് നമ്മളുടെ വർക്ക് ഫാസ്റ്റായി നമുക്ക് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇതൊരു ഫ്രീ പ്ലഗിൻ ആണ്. ഈ പ്ലഗിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് എങ്ങനെ ഈ പ്ലഗിൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത പ്ലഗിനാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ഈ പ്ലഗിൻ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം. നമ്മളിത് ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കിതിൻ്റെ ലൈസൻസ് അഗ്രിമെൻ്റ് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. നമുക്കിത് ആവശ്യമെങ്കിൽ നമുക്കിത് റീഡ് ചെയ്യാം. അതിനുശേഷം ഐ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. 3DsMaxൻ്റെ 2022 വരെയുള്ള വെർഷൻസിൽ ഇത് ഓട്ടോമാറ്റിക്കായി ഇൻസ്റ്റാൾ ആവുന്നതാണ്. നമുക്കിവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഇൻസ്റ്റാളേഷൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. വളരെ ഫാസ്റ്റായി തന്നെ നമ്മൾ ഈ ഇൻസ്റ്റാളേഷൻ ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനി മോഡിഫയറിൽ നിന്ന് സ്പ്ലൈൻ ചെക്ക് ആക്സസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.
താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.